പ്രേമ, ഈ പാകിസ്ഥാനിലെ പല സ്ഥലനാമങ്ങളും മുസ്ലിം സ്ഥലനാമങ്ങളുടെ പേര് അതിന് പണ്ടുണ്ടായിരുന്ന പേരിലേക്ക്, അതൊരു ഹിന്ദു നാമ പേരുകളായിരുന്നു അതെല്ലാം. ഇവർ ഭരണം വന്ന ശേഷമാണ് പേരെല്ലാം മാറ്റിയെന്നാണ് ചരിത്രം പറയുന്നത്. ഏതായാലും പണ്ടുണ്ടായിരുന്ന ആ പേരിലേക്ക് മുസ്ലിം നാമങ്ങൾ മാറ്റിയ ശേഷം പഴയ പേരിലേക്ക് പോകുന്നു. അത്തരത്തിലൊരു നീക്കമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത്. അത് എന്തിനായിരിക്കാം അങ്ങനെ ഒരു നീക്കം നടത്തുന്നത്, അതും പാകിസ്ഥാൻ? ഞാൻ മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഒരു സിനിമയിലെ ഭാഗം കടമെടുത്ത് പറയാം. പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്ന സിനിമ കണ്ടോ മമ്മൂട്ടിയുടെ? കണ്ടിട്ടുണ്ട്. അതിൽ പ്രാഞ്ചിയേട്ടനിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് സമൂഹത്തിലൊരു വിലയില്ല. അരിപ്രാഞ്ചി എന്നാണ് പേര്, കുടുംബ പേര്. അപ്പൊ ആ അരിപ്രാഞ്ചി എന്നുള്ള വിളി മാറ്റാൻ പുള്ളി സ്വർണ്ണക്കച്ചവടം തുടങ്ങി. അതെ, അരിക്കച്ചവടമായിരുന്നു, അതാണ് അരിപ്രാഞ്ചി ആയി. സ്വർണ്ണക്കച്ചവടം തുടങ്ങി. അപ്പൊ പിന്നെന്താ, സ്വർണ്ണക്കച്ചവടം നടത്തുന്ന അരിപ്രാഞ്ചി എന്ന പേര് വിളിയായി. അതെ. അപ്പൊ ഇതേപോലെ ഇപ്പോഴുള്ള ഒരു ചീത്തപ്പേര് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് മാർഗം? അപ്പൊ പേരങ്ങ് മാറ്റുക. അതാണ് ലളിതമായ അർത്ഥത്തിൽ പറഞ്ഞാൽ അതാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്വഭാവം മാറണമെന്നില്ല. ഞാൻ ചില ഉദാഹരണങ്ങൾ പറയാം. ഇപ്പോഴുള്ള പേരും പഴയ പേരും, അതായത് ഇനി തൊട്ട് ആ പഴയ പേരിലായിരിക്കും ആ സ്ഥലങ്ങൾ അറിയപ്പെടുക. അപ്പോൾ അവരെ തീരുമാനിച്ചിരിക്കുന്ന ഇസ്ലാംപുര, അതാണ് 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം ഉണ്ടായ സ്ഥലപ്പേരാണ് ഇസ്ലാംപുര എന്നുള്ളത്. അതിന്റെ പഴയ പേര് കൃഷ്ണനഗർ. ഇനി തൊട്ട് കൃഷ്ണനഗർ എന്ന് അറിയപ്പെടും. അപ്പൊ ഇനി പറയുന്നതല്ല ആ പേരിലാണെന്ന് മാറണം. സുന്നത്ത് നഗർ എന്നുള്ള പേര് സത് നഗർ എന്നാകും. മുസ്തഫാബാദ് ധരംപുര, റഹ്മാൻ ഗലി റാംഗലി ആകും. ബാബറി മസ്ജിദ് ചൗക്ക് ജൈൻ മന്ദിർ റോഡാകും. മൗലാന സഫർ അലി ഖാൻ ചൗക്ക് ലക്ഷ്മി ചൗക്കാകും. ഗാസിയാബാദ് കുംഹാർപുരയാകും. അപ്പോൾ ഇത് ഹിന്ദു ജൈന ബുദ്ധ പേരുകൾ ഇതിൽ വന്നിട്ടുണ്ട്. ഇത് മാത്രമല്ല, ബ്രിട്ടീഷുകാരുണ്ടായിരുന്ന കാലത്ത് ഉണ്ടായ ചില ബ്രിട്ടീഷ് കൊളോണിയൽ പേരുകളൊക്കെ ഉണ്ടല്ലോ, അതും ഇവർ പുനഃസ്ഥാപിക്കാൻ നോക്കിയാണ്. അതിന് ഉത്തരമാണ് ഇപ്പോൾ ഫാത്തിമ ജിന്ന റോഡ് ക്യൂൻസ് റോഡായിട്ട് മാറും. അലാമ ഇക്ബാൽ റോഡ് ജയിൽ റോഡ് എന്നാകും. ബാഗ് ഇ ജിന്ന ലോറൻസ് റോഡ് എന്നറിയപ്പെടും. അപ്പോൾ ഹിന്ദു ബുദ്ധ ജൈന പേരുകൾ മാത്രമല്ല, പഴയ കൊളോണിയൽ പേരുകളും തിരിച്ചു കൊണ്ടുവരാൻ നോക്കുക. നേരെ മറിച്ച് ഇന്ത്യയിൽ പഴയ കൊളോണിയൽ പേരുകളൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഇന്ത്യൻ പേരുകളിലേക്ക് വരുന്ന സമയം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബോംബെക്ക് മുംബൈ, കൽക്കട്ടയ്ക്ക് കൊൽക്കത്ത, മദ്രാസിന് ചെന്നൈ, പോട്ടെ കേരളത്തിലോട്ട് വന്ന ട്രിവാൻഡ്രത്തിന് തിരുവനന്തപുരം, കൊയിലോൺ കൊല്ലം, കാലിക്കട്ട് കോഴിക്കോട്. നമ്മൾ ആ ബാധ്യതയൊക്കെ ഒഴിയാൻ പോകുമ്പോൾ പാകിസ്ഥാൻ പഴയതൊക്കെ എടുത്ത് തിരിച്ച് വെക്കുന്നു. അപ്പൊ ഇതിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് നമുക്ക് പോകാം. പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ മണ്ടയിൽ ഉദിച്ച ഒരാശയമാണിത്. അദ്ദേഹം നമ്മുടെ AB വാജ്പേയി പാകിസ്ഥാനിലേക്ക് നടത്തിയ ചരിത്രപരമായ ഒരു സന്ദർശനം ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹവും AB വാജ്പേയിയുമായിട്ട് ഒരു അടുത്ത നയതന്ത്ര ബന്ധം രൂപപ്പെട്ടു. അപ്പൊ നവാസ് ഷെരീഫ് മനസ്സിൽ കണ്ടത് ഇന്ത്യയുമായിട്ടുള്ള ശത്രുത അത് ഒരു സാഹോദര്യ ബന്ധത്തിലേക്ക് എത്തിക്കണം. അത് പാകിസ്ഥാന്റെയും വികസനത്തിനും നിലനിൽപ്പിനും അത്യാവശ്യമാണെന്ന തിരിച്ചറിവും ബോധവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പൊ അതിന് എളുപ്പമാർഗം എന്തെന്നാൽ സാംസ്കാരികമായിട്ടുള്ള ഐക്യത ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. രണ്ട് രാജ്യവും ഒരേപോലെ ഷെയർ ചെയ്യപ്പെടണം സാംസ്കാരികമായി. ചിലപ്പോൾ രണ്ട് രാജ്യത്തും ബന്ധുക്കൾ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് കഴിയുന്നുണ്ടാവും. അപ്പോൾ അതിനുള്ള എളുപ്പമാർഗമെന്ന നിലയിൽ പാകിസ്ഥാൻ 47 ശേഷം മറ്റേതോ സ്ഥലമായി പോയി എന്ന തോന്നല് ഇന്ത്യക്കാർക്ക് ഉണ്ടാകാൻ പാടില്ല. അത് മാറ്റിയെടുക്കണം. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന പലരും ഇപ്പോഴും അവർ പണ്ട് താമസിച്ചിരുന്ന സ്ഥലനാമങ്ങൾ വെച്ചാണ് ഇപ്പോഴും ഞങ്ങൾ ഇന്ന സ്ഥലത്ത് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് വലിയ നൊസ്റ്റാൾജിയാണ് ഇവർക്ക്. അപ്പോൾ അവരുടെ പഴയ നാടുകൾ ഇപ്പോഴും അതേപോലെ തന്നെ ഉണ്ട്. അപ്പൊ ആ സാംസ്കാരികതയുടെ പുനഃസ്ഥാപനം ലക്ഷ്യമിടണം എന്ന് അദ്ദേഹം അന്നേ മനസ്സിൽ കണ്ടിരുന്നു. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിന്റെ ഭരണം പോയി. പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരൻ ഷഹ്ബാസ് ഷെരീഫ് ഇപ്പോൾ അവിടുത്തെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയാണ്, ഇളയ സഹോദരനാണ്. അദ്ദേഹത്തിന്റെ മകൾ പേര് മറിയം നവാസ്. അവര് പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഈ പഞ്ചാബ് എന്ന സ്ഥലത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലമാണ് ലാഹോർ. മനസ്സിലായി, ലാഹോർ നഗരം. അപ്പൊ ഈ ലാഹോർ പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം ഇല്ലാതിരുന്ന കാലത്ത് അതൊരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു. ബുദ്ധ ജൈന മതത്തിൽപ്പെട്ടവർ ഇടകലർന്ന് കഴിഞ്ഞ ഒരു സാംസ്കാരിക കേന്ദ്രമായിരുന്നു.
അപ്പൊ അതിന്റെ പുനഃസ്ഥാപനം ലക്ഷ്യമാക്കണമെന്ന് കണ്ടുകൊണ്ട് 2025 മാർച്ചിൽ ഇദ്ദേഹം ഒരു പ്രസ്ഥാനം രൂപീകരിച്ചു. അതിന്റെ ലാഹോർ ഹെറിറ്റേജ് ഏരിയ റിവൈവൽ ഒരു പ്രസ്ഥാനം. അതായത് പഴയ പൗരാണികത തിരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നവാസ് ഷെരീഫ് 2025 മാർച്ചിൽ പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മകളും പഞ്ചാബിന്റെ നിലവിലെ മുഖ്യമന്ത്രിയായ മറിയം നവാസ് അത് നടപ്പിലാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഈ ലാഹോറിലെ ഈ പഴയ പേരുകൾ, അതിപ്പോ ഹിന്ദു പേരാകാം, ബുദ്ധ മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജൈന പേരുകളാകാം, കൊളോണിയൽ പേരുകളാകാം, അത് ഈ പറയുന്നത് പോലെ മുസ്ലിം നാമങ്ങളെല്ലാം മാറ്റിയിട്ട് പഴയ സ്ഥലനാമങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് അവർ തീരുമാനമെടുത്ത് അത് നടപ്പിലാക്കാൻ ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. ബോർഡുകൾ സ്ഥാപിക്കാനും തുടങ്ങി. അപ്പൊ തുടങ്ങി അവിടെ എന്തു തുടങ്ങും? ജാതി പ്രശ്നം ഉറപ്പാണ്. അവിടുത്തെ യാഥാസ്ഥിതിക മുസ്ലിം അല്ലെങ്കിൽ തീവ്ര മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ പ്രശ്നമായിട്ട് വന്നു. പറ്റില്ല, അവര് പ്രശ്നമായി, ബഹളമായി. അങ്ങനെ ഈ പരിപാടി താൽക്കാലികമായി അവിടെ ഇപ്പം നിർത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് ഈ ആലങ്കാരികമായിട്ട് അല്ലെങ്കിൽ പൊതിഞ്ഞു പറയുമ്പോൾ പറയുന്നത് പഴയ പൗരാണികതയുടെ വീണ്ടെടുക്കലും മാങ്ങാത്തൊലി തേങ്ങാക്കൊല എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും അതിൻ്റെ പിന്നിലൊരു രഹസ്യ അജണ്ടയുണ്ട്. അത് ഈ 2025 മാർച്ചിലല്ലേ ഇവർക്ക് ഇങ്ങനെ ഒരു ആശയം നടപ്പിലാക്കാൻ തോന്നിയത്? നേരത്തെ ആവാമായിരുന്നല്ലോ. അപ്പൊ അതിന്റെ കാരണം സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് ഇതുമായിട്ട് വലിയ ബന്ധമുണ്ട്. കാരണം ഈ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ കിട്ടുന്ന ഒരു എന്താ പറയുക, ആ ഒരു അവസരത്തിലൊരു ഊന്നുവടി ആകാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത്. കാരണം ഈ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയുന്നത് പഴയ പൗരാണികമായ സാധനമാണ്. അപ്പൊ ആ സിന്ധു നദീതടത്തിൽ ഉണ്ടായിരുന്ന പഴമയുടെ അല്ലെങ്കിൽ ഹിന്ദു ബുദ്ധ ജൈന മതവിശ്വാസങ്ങളുടെ നേരവകാശികൾ തന്നെയാണ് ഞങ്ങളും. മനസ്സിലായോ? അപ്പൊ ഇന്ത്യയിലുള്ള സ്ഥലനാമങ്ങൾക്ക് സമാനമായ സ്ഥലനാമങ്ങൾ പാകിസ്ഥാനിലുമുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ പിന്തുടർച്ച ഞങ്ങളിലുമുണ്ട്. അപ്പൊ ഈ പറയുന്ന സിന്ധു നദീജലത്തിൽ അല്ലെങ്കിൽ ആ ഒരു കരാർ പ്രകാരമുള്ള വെള്ളത്തിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ അവകാശവാദം ഉന്നയിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ കിട്ടുന്ന ഒരു കുറുക്കു വഴിയായിട്ടാണ് വാസ്തവത്തിൽ ഈ പേരൊക്കെ മാറ്റുന്നത്. മനസ്സിലായോ? അപ്പോ അല്ല, അതായത് ഈ സിന്ധു നദിയിലെ വെള്ളം ഞങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് ഇന്ത്യ വാദിച്ചു കഴിഞ്ഞാൽ അത് ചരിത്രം നോക്കുമ്പോൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഈ രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോടതി വിധികളൊക്കെ ഇല്ലേ, പഴമയുടെ പ്രാധാന്യം എന്താണെന്നൊക്കെ നമ്മൾ തിരയുന്നുണ്ട്. അപ്പൊ സമാനമായി അവർക്കും വാദിക്കാമല്ലോ. പഴമയിലേക്ക് പോയാൽ പണ്ട് ഇതൊക്കെ ഒന്നായിരുന്നു, അപ്പൊ ഇതിന്റെ അവകാശം ഞങ്ങൾക്കുമായിരുന്നു എന്ന് വേണമെങ്കിൽ അവർക്ക് വാദിച്ച് സമർത്ഥിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു സാധ്യതയാണ് അവരും തേടുന്നത്. കൂടാതെ ലോക മധ്യത്തില് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു തീവ്ര മുസ്ലിം വാദ അല്ലെങ്കിൽ തീവ്ര രാഷ്ട്രമല്ല. അത് ആ ഒരു ഭയം, ഇപ്പൊ മുസ്ലിം ഭീകരവാദത്തെ കുറിച്ച് പൊതുവിലൊരു ഭയം ലോകമെമ്പാടുമുണ്ടല്ലോ. അപ്പൊ ഈ മുസ്ലിം സ്ഥലനാമങ്ങൾ വരുമ്പോൾ ലോക ജനസമൂഹത്തിനോട് ഒരു താല്പര്യക്കുറവുണ്ടായാലോ. അപ്പോൾ ലാഹോർ എന്നൊക്കെ പറയുന്നത് പാകിസ്ഥാനിലെ അതായത് പൈതൃക നഗരങ്ങളിൽ ഒന്നുകൂടിയാണ്. വിനോദസഞ്ചാരികളൊക്കെ വരാൻ സാധ്യത ഏറെയാണ്. അപ്പൊ ലോക സമൂഹത്തെ ആകർഷിക്കാനും കൂടി ഉദ്ദേശിച്ചാണ് മനസ്സിലായി ഈ പേരുമാറ്റം അവർ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുവഴി മെച്ചപ്പെടുക. പിന്നെ എന്താ പറയുക, നിലവിൽ പാകിസ്ഥാനെ കുറിച്ച് ലോക മധ്യത്തിലുള്ള ഒരു എന്താ പറയുക ഒരു പ്രതിച്ഛായ ഉണ്ട്. ഭീകരവാദത്തെ അമിതമായി പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ യാഥാസ്ഥിതിക മുസ്ലിം കാഴ്ചപ്പാടുള്ള ആ പ്രതിച്ഛായ അല്ല. ഞങ്ങൾ കുറെ കൂടി പുരോഗമനാത്മകമായി ചിന്തിക്കുന്നവരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയുടെ ഭാഗമായിട്ട് കൂടിയാണ് ഈ നടപടി. പിന്നെ പൊതുവിൽ പറഞ്ഞാൽ ഇന്ത്യ തിളങ്ങി വരുന്നു, അതിന്റെ ഒരു വാല്യ ഞങ്ങൾക്കുമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അതും ഇതിന്റെ ഒരു ഭാഗമാണ്. അവരുടെ ഒപ്പം ഞങ്ങളും ഉണ്ട്, ഞങ്ങളൊക്കെ പണ്ട് ഒന്നായിരുന്നു, അത് ഏതാണ്ടൊക്കെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നുകൂടിയൊക്കെ വരുത്തി വെക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഏതായാലും ഈ ലാഹോറിൽ അല്ലെങ്കിൽ പഞ്ചാബ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് മാത്രമാണ് നിലവിൽ ഇങ്ങനെ ഒരു പരിപാടി. അത് നമ്മൾ അങ്ങനെ പറയുമ്പോൾ അതിനെ അങ്ങനെ ചെറുതാക്കി കാണണ്ട. കാരണം അവിടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി, അയാൾ പറയുമ്പോൾ പ്രധാനമന്ത്രി രാജ്യം ഭരിക്കുന്നത് മറ്റേ അസീം മുനീർ ആണെങ്കിൽ തന്നെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫ്
നവാസ് ഷെരീഫിന്റെ സഹോദരനാണ്. അതേ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പാർട്ടി തന്നെയാണ് അവിടെ ഇപ്പോഴും ഭരിക്കുന്നത്. അതേ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ പരമോന്നത നേതാവാണ് ഷഹ്ബാസ് ഷെരീഫ്. അദ്ദേഹത്തിന്റെ മകള് ആണ് ഇത് നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ അവരുടെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പൊതു നയവും ഇത് തന്നെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ ഇത് ആ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു സംഗതി അല്ല. ഇതിന്റെ വിശാലമായ അർത്ഥത്തിൽ നോക്കുമ്പോൾ അങ്ങനെയും നമുക്ക് വ്യാഖ്യാനിക്കാം. മാറ്റി വരാം.